കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഹരേ കൃഷ്ണ. പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുമുറ്റത്ത് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കുകയാണ്. ഒട്ടനവധി ഭക്തന്മാരെ മുഴുവൻ അവർക്ക് അനുഗ്രഹവർഷം ചൊരിയാൻ ഭഗവാൻ ശ്രീലകത്ത് വിരാജിക്കുന്നു. ഒരുപാട് മഹാത്മാക്കൾ പ്രഭാഷണങ്ങൾക്കായിട്ട് ഈ സത്രത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. 31/1/2024 ആ പ്രഭാഷണങ്ങളുടെ ഭാഗമായിട്ട് കുന്തി സ്തുതിയുണ്ട്, ഭീഷ്മസ്തുതിയുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള ഭാഗമാണത്. ഭഗവാന്റെ അച്ഛൻ കുന്തി ദേവി. ഞാൻ നിന്നെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയാണ് എന്ന ഭാവത്തിൽ കൃഷ്ണനും എൻ്റെ മകനാണ് എന്നുള്ള ഭാവത്തിൽ, അച്ഛൻ്റെ പെങ്ങളാണെങ്കിൽ കൂടി മകൻ എന്നുള്ള ഭാവത്തിലാണ് കുന്തി ദേവിയും കണ്ടിട്ടുള്ളത്. അപ്പോൾ കുന്തി പറയുകയാണ് കണ്ണനോടെ, കണ്ണാ, നിന്റെ മായാമോഹത്തിൽപ്പെട്ട്, നിന്റെ ആ പാൽ പുഞ്ചിരിയിൽപ്പെട്ട് ഈ ലോകത്തെ മുഴുവൻ വലയ്ക്കുന്നതായി നിന്റെ ചിരിയിൽ ഞാൻ എല്ലാം മറന്നുപോയിട്ടുണ്ട് കണ്ണ. ഞാൻ നിന്നെ ഒന്ന് നമസ്കരിക്കട്ടെ, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. നീ സാക്ഷാൽ വിരാട സ്വരൂപനായ ഭഗവാനാണ്, എനിക്കറിയാം, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, ഞാൻ നിന്നെ ഒന്ന് നമസ്കരിക്കട്ടെ പറഞ്ഞിട്ട് ആ കുന്തി ദേവിയുടെ സ്തുതി ഇത് ഓരോ ഭാഗവത ഉപാസകരും ഭക്തന്മാരും കേൾക്കേണ്ട ഒന്നാണ്. ഞാൻ രണ്ടാമത് അടുത്ത പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഭീഷ്മരുടെ സ്തുതിയാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യര് ദുര്യോധന്റെ പക്ഷത്ത് നിന്ന ആളാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ധർമ്മപുത്രരും കൃഷ്ണനൊക്കെ കൂടി അങ്ങോട്ട് ചെല്ലണു. ആ സമയത്ത് ശരശയ്യെ കിടക്കണോണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ വയ്യ. ഭഗവാൻ മാറിക്ക, ഭഗവാനോട് പറയും, ഒന്നും ഇങ്ങോട്ട് നീങ്ങിക്കോ കണ്ണ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ, ഭക്തോത്തമന്മാരിൽ അഗ്രേസരനായ ഭീഷ്മാചാര്യര് ആ കണ്ണനെ കണ്ടുകൊണ്ട് കണ്ണനെ സ്തുതിക്കുന്നു. ഇവിടെയാണ് പ്രധാനപ്പെട്ട വിഷ്ണു സഹസ്രനാമമൊക്കെ വരുന്നത്. ഭീഷ്മരുടെ ഉത്തരങ്ങളുണ്ട് ധർമ്മപുത്രരുടെ ചോദ്യങ്ങൾക്ക്. ആരെയാണ് ഉപാസിക്കേണ്ടത്? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായത് ആരാണ്? ഏറ്റവും പരമമായ ധർമ്മം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഭീഷ്മസ്തുതിയും അതേപോലെ കുന്തി സ്തുതിയും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരങ്ങളായ രണ്ട് രംഗങ്ങളാണ്. അതുപോലെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യമായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ ഭക്തൻ ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. സ്വർഗം മുതൽ സ്വർഗം വരെ എന്നുള്ള ഭാഗം. പിന്നെ കുറെ സംവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത്, അല്ലെ, അരണി കടയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളാണ്. ആരൊക്കെ തമ്മിലാ ചർച്ച എന്നല്ലേ? സൂതനും ശൗനകാദികളും തമ്മിൽ, നാരദനും വ്യാസനും അതുപോലെ ശുഗനും ശ്രീശുഗനും പരീക്ഷത്തും തമ്മിലുള്ള സംവാദം. വാസ്തവത്തിൽ ഈ സംവാദങ്ങളൊക്കെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ്, നമ്മളെ മനസ്സിലാക്കി തരാനാണ്. ഈ കലിയുഗ രാജസൂയ മഹായജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ നമ്മളെക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുക. അല്ലാണ്ട് സൂതൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അല്ലെങ്കിൽ ശൗനകാദികൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല, പരീക്ഷത്തിന് ഇവർക്കൊന്നും അറിയാൻ വയ്യായിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതെല്ലാ പ്രശ്നങ്ങൾക്കുള്ള സമാധാനമാണ്. മോഡേൺ പ്രോബ്ലംസ് ആൻഡ് ഏൻഷ്യന്റ് സൊല്യൂഷൻ. ഭക്തൻ ആരാണ്? ഭാഗവതം എന്താണ്? ഭഗവാൻ എന്താണ്? ഇത് തമ്മിലുള്ള ബന്ധം എന്താ? വാസ്തവത്തിൽ ഇത് മൂന്നാണോ? ഭഗവാൻ ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു പോയോ? ഇല്ല. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഈ ഭാഗവതം ഞാൻ തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞു തരുന്ന കഥ. അതുപോലെ തന്നെ അകത്ത് നിന്ന് പുറത്തേക്ക് എന്നുള്ള ഭാഗം, വരാഹ അവതാരത്തെ കുറിച്ചുള്ള കഥകൾ, ഇതൊക്കെയാണ് ഈ 31/1/2024 ഇവിടെ നടക്കണത്. അതിമനോഹരങ്ങളായ ഭാഗവതത്തിലെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന നിരവധി വിഷയങ്ങളെ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ ഇതിൽ ഒരു വിഷയം പോലും നമുക്ക് ഒഴിവാക്കാനായിട്ട് ആവില്ല. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന രസാവഹങ്ങളായ അനുഗ്രഹദായകങ്ങളായ ജ്ഞാനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളാണ്. ഈ പ്രഭാഷണത്തിൽ എല്ലാവരും പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.